നവകേരള സദസ്സിൽ പങ്കെടുക്കാനെത്തുന്ന ജനങ്ങളെ പ്രതിപക്ഷം അധിക്ഷേപിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്നലെ വരെ ഗവർണർ വിഷയത്തിൽ പുറത്തിറങ്ങാതിരുന്നവർ ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ബി.ജെ.പിയും കോൺഗ്രസും ഒക്കച്ചങ്ങാതിമാരാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചുണ്ടൻവള്ളങ്ങളുടെ നാടായ ആറന്മുളയിലേക്ക് ജനങ്ങളുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തിയപ്പോൾ ആറന്മുള പള്ളിയോട കരനാഥന്മാർ വഞ്ചിപ്പാട്ടുപാടി സ്വീകരിച്ചു. നെല്ലിക്കൽ സനൽകുമാറിന്റെ നേതൃത്വത്തിൽ 10 പേരുടെ സംഘം വള്ളപ്പാട്ടുപാടി. കരിങ്കൊടി പ്രതിഷേധം ജനങ്ങൾ അവഗണിച്ചു. പ്രതിഷേധക്കാരുടെ ജീവൻ രക്ഷിക്കാനാണ് അവരെ ബസ്സിന് മുന്നിൽ നിന്ന് മാറ്റിയതെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. കേരളത്തിൽ ഒരു ഇരിപ്പിടം ലഭിക്കുക എന്നതാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. വർഗീയ മനസ്സ് കേരള ജനത സ്വീകരിക്കില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ ബി.ജെ.പിക്ക് ഇരിപ്പിടം ലഭിക്കാത്തത്. കേരളത്തിൽ ഒക്കച്ചങ്ങാതിമാരുണ്ട്. കുറേ നാളായി പ്രതിഷേധം നടത്താതിരുന്നവർ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരള സദസ്സിൽ പങ്കെടുക്കുന്ന ജനങ്ങളെ പ്രതിപക്ഷം അധിക്ഷേപിക്കുന്നുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ബി.ജെ.പിക്ക് ഇവിടെ എങ്ങനെയെങ്കിലും ഒരു ഇരിപ്പിടം കിട്ടണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ മനസ്സ് ബി.ജെ.പിയെ സ്വീകരിക്കാൻ തയ്യാറല്ല. കാരണം കേരളത്തിൻ്റെ മനസ്സ് മതനിരപേക്ഷ മനസ്സാണ്. ആ മതനിരപേക്ഷ മനസ്സിൽ വർഗീയതയ്ക്ക് ഇരിപ്പിടമില്ല. കേരളീയ മനസ്സ് ബി.ജെ.പിയെ സ്വീകരിക്കുന്നില്ല. എന്നാൽ ആ കേരള വിരുദ്ധ മനസ്സോട് കോൺഗ്രസും ചേരുകയാണ്. ബി.ജെ.പിയുടെ മനസ്സിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. കടമ്മനിട്ട കരുണാകരന്റെ നേതൃത്വത്തിൽ കടമ്മനിട്ടയിലെ പടയണിക്കോലവും മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനുണ്ടായിരുന്നു. കൈരളി ന്യൂസ് ടീമിനൊപ്പം രാജ്കുമാർ, കൈരളി ന്യൂസ്, ആറന്മുള.